ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം കെ.പി. ശങ്കരദാസൻ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ വൻ പോലീസ് സന്നാഹത്തോടെയാണ് അദ്ദേഹത്തെ വാഹനത്തിൽ എത്തിച്ചിരിക്കുന്നത്. വീൽ ചെയറിലാണ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. 2 പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വീൽ ചെയറിൽ തള്ളി കോടതിയിൽ ഹാജരാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് നടപടി. അദ്ദേഹത്തെ വീണ്ടും 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അത് വിശദമായിട്ട് പറയാം. ഒപ്പം തന്നെ പത്മകുമാർ ദേവസ്വം ബോർഡ് ചെയർമാൻ ആയിരുന്നപ്പോൾ ദേവസ്വം ബോർഡ് അംഗമായിരുന്നു ശങ്കരദാസ്. നേരത്തെ തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിൽ എത്തിയായിരുന്നു ശങ്കരദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത്. ഇയാളെ അറസ്റ്റ് ചെയ്യാത്തതിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. കേസിൽ പ്രതി ചേർത്തപ്പോൾ മുതൽ ശങ്കരദാസ് ആശുപത്രിയിൽ പോയി കിടക്കുകയാണെന്നും എന്തൊക്കെ അസംബന്ധങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അടക്കം ചോദിച്ചിരുന്നു. പിന്നാലെയായിരുന്നു SITയുടെ അറസ്റ്റ്. ഏതായാലും വയ്യ എന്നുള്ളത് ഇപ്പോൾ ഒന്നും കോടതിയുടെ ഒരു പരിഗണനയിൽ വരുന്നതല്ല. കോടതി കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം വേഗത്തിലാക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോൾ വീണ്ടും 14 ദിവസത്തേക്ക് കൂടി ശങ്കരദാസിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ വീൽ ചെയറിൽ കോടതിയിൽ ഹാജരാക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും അതിനനുസരിച്ചിട്ടുള്ള ഒരു നീക്കം ഇപ്പോൾ സർക്കാരും നടത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 1-2 അല്ല 10-12 ആളുകളാണ് ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നത്. ഇവരെല്ലാം തന്നെ ഒരുമിച്ചും അല്ലാതെയും ഒറ്റയ്ക്കൊക്കെ തന്നെ ചോദ്യം ചെയ്തു വരികയാണ് SIT. ED കൂടി കളത്തിലിറങ്ങിയതോടുകൂടി ഇനി ഒരു തരത്തിലും രക്ഷയില്ല എന്നുള്ളത് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രതികൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ആരുടെ അറസ്റ്റാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ആശങ്ക പാർട്ടിക്കുണ്ട്. ഇപ്പോൾ ഒരു മറുനീക്കവുമായി ഇപ്പോൾ സർക്കാർ ഇറങ്ങുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസുകളിൽ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് NK ഉണ്ണികൃഷ്ണനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി സർക്കാർ നിയമിച്ചത് മുൻകാല കേസുകളിലെ മികവ് കൂടി പരിഗണിച്ചാണ് എന്നുള്ളതാണ്. NK ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മുതിർന്ന ക്രിമിനൽ അഭിഭാഷകനെയാണ് ഇപ്പോൾ സർക്കാർ രംഗത്തിറക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രമാദമായ കേസുകളിൽ സർക്കാരിന് വേണ്ടി ഹാജരായി വിജയം കൊയ്ത ഉണ്ണികൃഷ്ണന്റെ നിയമനം ശബരിമല കേസിലെ അന്വേഷണം നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അതായത് ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ സർക്കാരിന്റെ ഈ ഒരു നീക്കം. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക ഉത്തരവ് സർക്കാർ പുറത്തിറക്കി. SITക്ക് പുറമെ EDയും കേസിൽ അന്വേഷണം വിപുലീകരിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ച സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2 കേസുകളിൽ പ്രതിയായ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാൻ ED ഇന്ന് നോട്ടീസ് നൽകിയിരുന്നു. ഒപ്പം തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിലാണ് കേസിലെ സർക്കാർ നടപടികളെ പ്രതിപക്ഷവും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നീക്കവുമായി സർക്കാർ രംഗത്ത് വരുന്നത്. തൃശൂർ സ്വദേശിയായ NK ഉണ്ണികൃഷ്ണൻ കേരളത്തെ നടുക്കിയ പല പ്രമാദമായ കേസുകളിലും ഉൾപ്പെട്ടിട്ടുള്ള അഭിഭാഷകനാണ്. ജിഷ വധക്കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിനെ വിചാരണ കോടതിയിൽ നിന്നും വധശിക്ഷ വാങ്ങി നൽകുന്നതിൽ നിർണായക പങ്ക് വഹിച്ചയാളാണ്. നിലവിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന കൂടത്തായി കൊലപാതക പരമ്പരയിലും മുഖ്യപ്രതി ജോളിക്കെതിരെ ഹാജരാകുന്നതും ഇദ്ദേഹമാണ്. കൂടത്തായി കേസിൽ ജോളി ഇപ്പോഴും ജയിലിലാണ്. ഇതിന് കാരണം പ്രോസിക്യൂട്ടറുടെ ഉറച്ച നിലപാടാണ്. കൊടകര കുഴൽപ്പണ കേസിൽ പോലീസിന് നിയമോപദേശം നൽകുന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയിലും ഇദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ചർച്ചയായിരുന്നു. കുഴൽപ്പണ കേസിൽ പുനരന്വേഷണമല്ല തുടരന്വേഷണമാണ് വേണ്ടതെന്ന അദ്ദേഹത്തിന്റെ നിയമോപദേശം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ശബരിമല കേസിലും പ്രത്യേക അന്വേഷണ സംഘത്തിന് പുറമെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം വിപുലീകരിക്കുന്ന സാഹചര്യത്തിലാണ് പരിചയസമ്പന്നനായ ഒരു പ്രോസിക്യൂട്ടറെ സർക്കാർ രംഗത്തിറക്കുന്നത്. കേസിലെ പ്രതിയായ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാൻ ED നോട്ടീസ് നൽകി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ കേസ് അട്ടിമറിക്കപ്പെടുന്നു എന്ന പ്രതിപക്ഷ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ഉണ്ണികൃഷ്ണന്റെ നിയമനം സർക്കാരിന് കരുത്താകും. സങ്കീർണമായ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിലെ അസാധാരണ പാടവമാണ് ഉണ്ണികൃഷ്ണനെ വീണ്ടും ഈ ദൗത്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കൊടകര കേസിൽ തിരൂർ സതീശന്റെ വെളിപ്പെടുത്തലുകൾ വന്ന പശ്ചാത്തലത്തിൽ കർണാടകത്തിലേക്ക് ഉൾപ്പെടെ അന്വേഷണം നീളുന്നതിനും ഇദ്ദേഹത്തിന്റെ നിയമോപദേശങ്ങൾ വഴിയൊരുക്കിയിരുന്നു. ശബരിമല കേസിലെ നിയമ പോരാട്ടത്തിൽ ഉണ്ണികൃഷ്ണന്റെ വരവ് കുറ്റവാളികൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് നിയമവൃത്തങ്ങളിലെ വിലയിരുത്തൽ.
ശബരിമല സ്വർണ്ണക്കൊള്ള ഇനി ഏത് തലത്തിലേക്കാണ്, ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്, ഏത് തലത്തിലേക്കാണ്, എവിടേക്കാണ് ഇനി അന്വേഷണം പോകാൻ പോകുന്നത് എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഉണ്ണികൃഷ്ണൻ വക്കീലിന്റെ വരവ്. തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പിലടക്കം സർക്കാരിന് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ നിൽക്കുമ്പോൾ സർക്കാരിൻ്റെ അടുത്ത ഒരു ഭരണമോഹം അത് ഈ ഒരു സ്വർണ്ണക്കൊള്ളയിൽ പോകുമോ എന്നുള്ള, അല്ലെങ്കിൽ വീഴുമോ എന്നുള്ള ഒരു ഭയം സർക്കാരിനുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ പിടിയിലായിട്ടുള്ള പല പ്രതികൾക്കും പാർട്ടിയുമായും അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുതന്നെയാണ് സർക്കാരിനെ ഏറെ ഭയപ്പെടുത്തുന്നത്. അതേസമയം ഇന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 6ാം പ്രതിയായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിനെ ജാമ്യം അനുവദിച്ചു. കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി ഡോക്ടർ CS മോഹിതാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ദ്വാരപാലക ശില്പപാളികൾ കടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ശ്രീകുമാർ ജോലിയിൽ പ്രവേശിച്ചതെന്നതും കേസിനാസ്പദമായ രേഖയിൽ ഒപ്പുവെച്ചത് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണെന്നുമുള്ള പ്രതിഭാഗം വാദം കണക്കിലെടുത്താണ് ജാമ്യം. അറസ്റ്റിലായി 43ാം ദിവസമാണ് പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ ശ്രീകുമാർ ജയിൽ മോചിതനായേക്കും. ദ്വാരപാലക ശില്പ കേസിലെ 6ാം പ്രതിയാണ് ശ്രീകുമാർ. മുരാരി ബാബു മാറിയതിന് പിന്നാലെയാണ് S ശ്രീകുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആകുന്നത്. ദ്വാരപാലക ശില്പപാളികൾ കടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നിയമനം. മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക മാത്രമാണ് ചെയ്തതെന്നും സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നായിരുന്നു ജാമ്യാപേക്ഷയിലെ വാദം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസ് വീണ്ടും റിമാൻഡിൽ. കൊല്ലം വിജിലൻസ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് പ്രതിയെ കോടതിയിൽ എത്തിച്ചത്. ശബരിമല ക്ഷേത്രത്തിലെ കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ലെന്ന് നിഗമനം. ചെമ്പുപാളികളുടെ ഘടനയിൽ മാറ്റം സംഭവിച്ചിട്ടില്ലെന്ന കണ്ടെത്തലിലേക്കാണ് SIT എത്തി നിൽക്കുന്നത്. എന്നാൽ കട്ടിളപ്പാളികളിൽ ഉൾപ്പെടെ പൂശിയ സ്വർണം നഷ്ടമായിട്ടുണ്ടെന്നുമാണ് നിഗമനം. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായി സ്വർണം പൂശിയ പാളികളുടെയും ക്ഷേത്രത്തിലെ മറ്റു പാളികളുടെയും ഘടന സംബന്ധിച്ചും VSSC ശാസ്ത്രജ്ഞരുടെ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് നിഗമനം. വിഷയത്തിൽ വ്യക്തത വരുത്താനായി ശാസ്ത്രജ്ഞരുടെ വിശദ മൊഴി രേഖപ്പെടുത്താനും SIT തയ്യാറെടുക്കുകയാണ്. സ്വർണം പൂശിയതിന്റെ മറവിൽ പൗരാണിക മൂല്യമുള്ള കട്ടിളപ്പാളികൾ കടത്തിയെന്ന ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന നിലയിലേക്കാണ് കണ്ടെത്തലുകൾ എത്തുന്നത്. പാളികൾ കടത്തിയിട്ടില്ലെന്നാണ് പ്രതികളും മൊഴി നൽകിയിട്ടുള്ളത്. എന്നാൽ UB ഗ്രൂപ്പ് സ്വർണം പൂശിയ പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തി ക്ഷേത്രത്തിന് പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശലിന്റെ പേരിൽ തട്ടിപ്പ് നടത്തി തുടങ്ങിയ കുറ്റങ്ങൾ നിലനിൽക്കും. പാളികളുടെ രാസഘടന റിപ്പോർട്ട്, ശാസ്ത്രജ്ഞരുടെ മൊഴികൾ എന്നിവ കേസിലെ കുറ്റപത്രത്തിന്റെ ഭാഗമായി കോടതിയിൽ സമർപ്പിക്കും. അതിനുശേഷം മാത്രമായിരിക്കും കോടതി അടുത്ത നീക്കത്തിലേക്ക് കടക്കുക. ഏതായാലും സർക്കാരും പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചുകൊണ്ട് തങ്ങളുടെ നേരെ വരുന്ന മൂർച്ചേറിയ ശരങ്ങൾ ഒടിക്കാനുള്ള നീക്കം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്.